കോളേജിന്റെ മുൻവശത്തേക്ക് ആ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് മറ്റൊരു വഴിയിലൂടെ ആ പ്രവർത്തകർ അകത്തേക്ക് കയറി കോളേജിന് മുന്നിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രവർത്തകരെ ആ ബാരിക്കേഡിന്റെ വശത്ത് വെച്ച് തന്നെ തടയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു വഴിയിലൂടെ ഇപ്പോൾ കോളേജിന്റെ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് ഈ പ്രവർത്തകർ നടത്തുന്നത്. ആ ഗേറ്റ് തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പോലീസ് എന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഒരു 50 മീറ്റർ അപ്പുറത്തായിരുന്നു ആ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നത്. അതിന് സമീപത്തുള്ള ഒരു വഴിയിലൂടെ കയറി ഈ 3 പ്രവർത്തകർ ഇവിടേക്ക് എത്തി. എന്തായാലും പോലീസ് ഇപ്പോൾ അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. കോളേജിന്റെ മുൻവശത്തേക്ക് അവരെത്തിയിരിക്കുന്നത് ഒരു പ്രതിഷേധം, അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ്. ആഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ അത് എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ജലബീരങ്കിയിലെ വെള്ളം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കുറേ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അതിനിടയിലാണ് ഈ 3 പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് ടിൻഡു കുര്യൻ അടക്കമുള്ളവരാണ് അകത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും അവരെ ഇപ്പോൾ പോലീസ് എത്തി അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. അതേസമയം തന്നെ ആ ബാരിക്കേഡിന് മുൻവശത്തായിട്ട് മറ്റ് പ്രവർത്തകരും തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാഷ്മി, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയാണ്. അവിടെ ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരുടെ മുന്നോട്ടുള്ള നീക്കം തടഞ്ഞ് ജലബീരങ്കികൾ പലയാവർത്തി ഉപയോഗിച്ചുകൊണ്ട് പോലീസ് അവിടെ പ്രതിരോധിക്കുമ്പോഴാണ് മറ്റൊരു വഴിയിൽ കൂടി കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോളേജിനകത്തേക്ക് എത്തിയത്. കോളേജിനകത്തേക്ക് എത്തിയപ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പോലീസ് ഇപ്പോൾ അവിടേക്ക് എത്തി അവിടെ അവരെയും തടയുകയാണ്. ഒരുപാട് പ്രവർത്തകരൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 4-5 പ്രവർത്തകരാണ് കോളേജിനകത്തേക്ക് കയറി അവിടെ പ്രതിഷേധം അവർ അറിയിക്കുന്നത്. വലിയ പ്രതിഷേധം ഉയരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രതിഷേധം കണ്ടതാണ് ആ നഴ്സിംഗ് കോളേജിന് മുന്നിലേക്ക്. ആ പ്രതിഷേധത്തിന് കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അങ്ങേയറ്റം റാഗിംഗ് എന്ന പേരിൽ അങ്ങേയറ്റം നിഷ്ഠൂരമായൊരു നരമേധത്തിൻ്റെ ദൃശ്യങ്ങൾ, കൊല്ലാക്കലയുടെ ഒരുപക്ഷെ മരണത്തിലേക്ക് പോലും നയിച്ചേക്കാവുന്ന രീതിയിലുള്ള ഇഞ്ചിഞ്ചായുള്ള പീഡനത്തിൻ്റെ പരപീഡയുടെ വല്ലാത്ത ദൃശ്യങ്ങൾ നമ്മൾ അത് കണ്ടവരൊക്കെ അങ്ങ് തരിച്ചിരുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ദൃശ്യമുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് കേരളത്തിൽ ചെറുതല്ല. ആ ഇമ്പാക്റ്റ് മനുഷ്യ മനസ്സാക്ഷി ഒന്നാകെ പിടിച്ചുലച്ച ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ. ആ വിദ്യാർത്ഥികൾ പഠിക്കാൻ അർഹരല്ല എന്നൊരു പക്ഷേ കേരളത്തിലെ എല്ലാവരും തന്നെ, ആ ദൃശ്യം കണ്ട എല്ലാവരും തന്നെ ഒരേപോലെ പറയാനുള്ള കാരണം ആ ദൃശ്യങ്ങളുടെ ഇമ്പാക്റ്റാണ്. ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോഴുണ്ടാക്കുന്ന വല്ലാത്ത ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മളുണ്ടാക്കുന്ന ധാർമ്മിക രോഷമൊക്കെയാണ്. ആ പ്രതികൾ കേസന്വേഷണത്തിന് വഴി നിൽക്കുന്നു. നഴ്സിംഗ് കൗൺസിൽ അവരിനി നഴ്സുമാരാവില്ല എന്ന കാര്യം ഉറപ്പിക്കുന്നു. അവർക്ക് ഏതെങ്കിലും കോളേജിൽ നഴ്സിംഗ് പഠിക്കാൻ അവസരമുണ്ടാക്കില്ല എന്ന കാര്യം ഉറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കോളേജിലേക്ക് വലിയ പ്രതിഷേധം. അതിന് കാരണം അത് പെട്ടെന്നോണെ ഫൈൻ ഡേ ഉണ്ടായ ഒരു പീഡനമല്ല. ഒരു 3-3.5 മാസമായ പീഡനങ്ങൾ അവിടെ അങ്ങനെ തുടർന്നിട്ടും അവിടുത്തെ പ്രിൻസിപ്പൽ, അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ, അവിടുത്തെ വാർഡൻ, അസിസ്റ്റന്റ് വാർഡൻ, ആ ഹോസ്റ്റലിൽ ചുമതലയുള്ള ആരും ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാവുന്നതല്ല ഒരു പരിഷ്കൃത സമൂഹത്തിൽ. അപ്പോൾ അതിൽ കോളേജ് അക്കൗണ്ടബിളാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ, യുവജന സംഘടനകളുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഊഴമാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. പലയാവർത്തി ജലബീരങ്കി പ്രയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകർ കോളേജിനകത്തേക്ക് കടന്നിരുന്നു. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ആ കോളേജിന് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഹോസ്റ്റൽ അധികൃതർക്ക്, അധികാരികൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടായ തെറ്റ് പൊറുക്കാവതല്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ കഴിയില്ല. ഒരു സസ്പെൻഷൻ ഉണ്ടായി എന്നതുകൊണ്ടും അവിടെ കാര്യങ്ങൾ പരിഹരിക്കുന്നില്ല. ഈ പ്രതിഷേധങ്ങൾ തുടരും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് കുറച്ചു നാളത്തേക്കെങ്കിലും? ടോബി, തീർച്ചയായിട്ടും ഹാഷ്മി, കുറച്ച് നാളത്തേക്കെങ്കിലും ഈ പ്രതിഷേധങ്ങൾ തുടരും. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ഈ കോളേജ് അധികൃതർ അറിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. അവർക്കെതിരെ മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ നിലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള നടപടി, സസ്പെൻഷൻ വന്നിട്ടുണ്ടെങ്കിലും അവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനോ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യുന്നതിനോ ഒന്നും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്നുള്ളൊരു സംശയം പോലീസിന്, ഈ പ്രതിപക്ഷ പാർട്ടികൾക്കും സംഘടനകൾക്കും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു സംഭവം. ഈ കോളേജിൻ്റെ ചുമതലയുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിൻ്റെ ചുമതലയുണ്ടായിരുന്ന, രാത്രികാലങ്ങളിൽ അവിടെ നിന്നിരുന്ന ഒരു കെയർ ടേക്കറുണ്ട്. അദ്ദേഹം ഇത് അറിഞ്ഞില്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റാരും തന്നെ ഇത് അറിഞ്ഞില്ലെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഒരു വലിയ പ്രതിഷേധം. ഇപ്പോൾ നമുക്ക് ഹാഷ്മി കാണാം, ആ ബാരിക്കേഡ് മറികടന്ന് ഇവിടേക്ക് എത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുകയാണ്.
ജീപ്പിലേക്ക് കയറ്റുകയാണ്. കോളേജിന്റെ വാതിക്കലേക്ക് എത്തിയ 3 പ്രവർത്തകരാണ്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട്. അവരെ അകത്തേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം ഒരു കയ്യാങ്കളിയിലേക്ക്, ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ട്. വലിയൊരു പോലീസ് ഇപ്പോൾ കൂടുതൽ പോലീസ് എത്തി, കൂടുതൽ പ്രവർത്തകരെത്തി അവരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം, കയ്യാങ്കളിയിലേക്ക്, സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രവർത്തകർ ആ ഒരു നടപടിയെ അവർ ചെറുക്കുകയാണ്. വലിയൊരു സംഘർഷത്തിൽ അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകണോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട്. ഇത്രയും കുഴപ്പമില്ല പോയായിരുന്നു, പക്ഷേ ആ പ്രവർത്തകരെ അറസ്റ്റ് നീക്കാനുള്ള പ്രതിഷേധത്തെ ചെറുക്കുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുന്നു, പോലീസുമായി കയറ്റം ഉണ്ടാകുന്നു. അവിടെ ബാരിക്കേഡ് മുന്നിൽ തടഞ്ഞ